നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഗോള രാഷ്ട്രീയത്തിലും സൈനിക വ്യൂഹങ്ങളിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് ഇറാൻ്റെ തന്ത്രപ്രധാനമായ ഖാർക്ക് ദ്വീപ്. ഈ ദ്വീപ് പിടിച്ചെടുക്കാനുള്ള അമേരിക്കൻ നീക്കവും അതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധികളും ഇന്ന് ലോകമാധ്യമങ്ങളിൽ വാർത്തയാകുന്നുണ്ട്. ഇന്ന് പശ്ചിമേഷ്യയിൽ സമാധാന കരാറിനും വെടിനിർത്തലിനും അമേരിക്കൻ ഭരണകൂടം തയ്യാറായതിനു പിന്നിൽ ഖാർക്ക് ദ്വീപ് ലക്ഷ്യമിട്ട് നടത്തിയ നീക്കങ്ങളിൽ നേരിട്ട കടുത്ത സൈനിക വെല്ലുവിളികളും അവിടെ ഒരു വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയവുമാണോ എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. സൈനിക നിരീക്ഷകരും അന്താരാഷ്ട്ര നയതന്ത്രജ്ഞരും ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായും സാമ്പത്തികമായും ഇറാൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് ഖാർക്ക് ദ്വീപ്. പേർഷ്യൻ ഗൾഫിൻ്റെ വടക്കേ അറ്റത്ത് ഇറാൻ തീരത്ത് നിന്നും ഏകദേശം 16 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയ ദ്വീപിന് ചുറ്റുമുള്ള ആഴക്കടൽ ഭീമാകാരമായ സൂപ്പർ ടാങ്കറുകൾക്ക് അടുക്കാൻ അനുയോജ്യമായ ഏക ഇടമാണ്. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ഇറാൻ്റെ ആകെ എണ്ണ കയറ്റുമതിയുടെ 90% നിയന്ത്രിച്ചിരുന്നത് ഈ ദ്വീപായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാനെ സാമ്പത്തികമായി തകർക്കാൻ ഈ എണ്ണ ഹബ്ബ് പിടിച്ചെടുക്കുകയോ തകർക്കുകയോ ചെയ്യുക എന്നതായിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപിത താൽപ്പര്യം. മുമ്പ് അമേരിക്കൻ സൈന്യം ഇവിടെ ശക്തമായ വ്യോമാക്രമണങ്ങൾ നടത്തുകയും സൈനിക ലക്ഷ്യങ്ങൾ തകർത്തുവെന്ന് അവകാശപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ കേവലം വ്യോമാക്രമണങ്ങൾക്കപ്പുറം ഖാർക്ക് ദ്വീപ് പൂർണ്ണമായി കൈക്കലാക്കുവാൻ ഭൗമശാസ്ത്രപരമായ സാഹചര്യം അനുവദിക്കില്ലെന്ന യാഥാർത്ഥ്യം അമേരിക്കയ്ക്ക് വൈകിയാണ് ബോധ്യപ്പെടുന്നത്. ഖാർക്ക് ദ്വീപ് സൈനികമായി പിടിച്ചെടുക്കാൻ അമേരിക്കയ്ക്ക് വളരെ എളുപ്പമായിരിക്കാം. എന്നാൽ അവിടെ തങ്ങളുടെ സൈനികരെ നിലനിർത്തുക എന്നത് ഒരു വലിയ മരണക്കെണിയായി മാറുമെന്ന് പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഫൗണ്ടേഷൻ ഫോർ ഡിഫൻസ് ഓഫ് ഡെമോക്രസീസ് എന്ന പോലുള്ള പ്രമുഖ അന്താരാഷ്ട്ര സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഖാർക്ക് ദ്വീപ് കൈവശപ്പെടുത്തുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പകരം അമേരിക്കയെ കൂടുതൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു രക്തരൂക്ഷിതമായ ചതുപ്പിലേക്ക് തള്ളിവിടുമായിരുന്നു. ഇറാൻ തങ്ങളുടെ പക്കലുള്ള ക്യാമറ ഘടിപ്പിച്ച അത്യാധുനിക ഫസ്റ്റ് പേഴ്സൺ വ്യൂ ആത്മഹത്യാ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഈ ദ്വീപിലെ തുറന്ന അന്തരീക്ഷത്തിൽ വിന്യസിക്കപ്പെടുന്ന അമേരിക്കൻ സൈനികരെ ലക്ഷ്യമിടുമെന്ന് US കമാൻഡർമാർ മുൻകൂട്ടി കണ്ടു. കുറഞ്ഞത് 800 മുതൽ 1000 വരെ സൈനികരെ ഈ ദ്വീപ് സംരക്ഷിക്കുവാൻ വിന്യസിക്കേണ്ടി വരുമെന്നും അവർക്ക് സുരക്ഷയും ഭക്ഷണവും എത്തിക്കുന്ന ലോജിസ്റ്റിക് സംവിധാനം ഇറാൻ്റെ മിസൈലുകൾക്ക് വളരെ എളുപ്പത്തിൽ ഇരയാകുമെന്നും മുൻ US സെൻട്രൽ കമാൻഡ് മേധാവി ജോസഫ് വോട്ടൽ തന്നെ വ്യക്തമാക്കി. അമേരിക്കൻ സൈനികർ അതിക്രൂരമായി കൊല്ലപ്പെടുന്ന ദൃശ്യങ്ങൾ ഇറാൻ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചാൽ അത് വലിയൊരു ആഗോള നാണക്കേടിനും അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഭരണകൂടത്തിനെതിരെയുള്ള ജനരോഷത്തിനും കാരണമാകുമായിരുന്നു. ഈ ഭയമാണ് അമേരിക്കയെ കടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. മാത്രമല്ല, എണ്ണ വിപണിയിലുണ്ടായ കടുത്ത പ്രതിസന്ധിയും അമേരിക്കയെ സമാധാന കരാറിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ഇറാനിലെ യുദ്ധ പശ്ചാത്തലത്തിൽ ആഗോള ക്രൂഡ് ഓയിൽ വിതരണം തടസ്സപ്പെടുകയും എണ്ണവില കുതിച്ചുവരികയും ചെയ്തു. ഭാരതത്തെ പോലെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ഊർജ്ജ സുരക്ഷയ്ക്കായി റഷ്യൻ എണ്ണയെ വലിയ തോതിൽ ആശ്രയിക്കാൻ തുടങ്ങിയതും ആഗോള എണ്ണ വിപണി സ്ഥിരപ്പെടുത്താൻ റഷ്യൻ എണ്ണ വാങ്ങാൻ അമേരിക്കയ്ക്ക് തന്നെ ഇന്ത്യയോട് അഭ്യർത്ഥിക്കേണ്ടി വന്നതും ഈ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു. ഒപെക് രാജ്യങ്ങളിൽ മുൻപന്തിയിലുള്ള ഇറാൻ്റെ എണ്ണ വിപണി പൂർണ്ണമായി നിശ്ചലമായാൽ ആഗോള സമ്പദ് വ്യവസ്ഥ തകരുമെന്ന് വാഷിംഗ്ടണിന് ബോധ്യമുണ്ടായിരുന്നു. ഖാർക്ക് ദ്വീപ് പിടിച്ചെടുക്കാൻ ശ്രമിച്ച ഇറാൻ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായി അടയ്ക്കുമെന്നും പശ്ചിമേഷ്യയിലെ മറ്റ് എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം വ്യാപിക്കുമെന്നുമുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ അമേരിക്കയെ യഥാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കുകയായിരുന്നു. ചുരുക്കത്തിൽ ഖാർക്ക് ദ്വീപിലേക്ക് കരസൈന്യത്തെ അയച്ച് കടുത്ത തിരിച്ചടി നേരിടുന്നതിനേക്കാളും യുദ്ധം കൂടുതൽ ആഗോള പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതിനേക്കാളും നല്ലത് നയതന്ത്രപരമായ ഒരു പിന്മാറ്റമാണെന്ന് അമേരിക്കൻ ഭരണകൂടം വിലയിരുത്തി. ഖാർക്ക് ദ്വീപ് ഒരു വലിയ സൈനിക ബാധ്യതയായി മാറുമെന്നും മരണക്കണിയായി അത് രൂപപ്പെടുമെന്നുമുള്ള തിരിച്ചറിവാണ് യുദ്ധത്തിന് താൽക്കാലിക ശമനമെങ്കിലും വരുത്തിക്കൊണ്ടുള്ള സമാധാന കരാറിലും വെടിനിർത്തലിലും ഏർപ്പെടാൻ അമേരിക്കയെ തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ ഖാർക്ക് ദ്വീപിലെ നേരിട്ടുള്ള പരാജയം എന്നതിനേക്കാൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന ഭീകരമായ സൈനിക സാമ്പത്തിക തിരിച്ചടികളെക്കുറിച്ചുള്ള കൃത്യമായ മുൻകൂട്ടി കാണലാണ് അമേരിക്കയെ സമാധാനത്തിൻ്റെ പാത തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് വിലയിരുത്താം. വെടിനിർത്തലുകളോ സമാധാന കരാറുകളോ നിലവിൽ വന്നാലും ഭാവിയിൽ ഖാർക്ക് ദ്വീപ് പൂർണ്ണമായി പിടിച്ചെടുക്കാനുള്ള യഥാർത്ഥവും രക്തരൂക്ഷിതമായ യുദ്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ലെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഭൂമിശാസ്ത്രപരമായ സവിശേഷതയാണ് ഖാർക്ക് ദ്വീപിനെ ഭാവിയിലെ യുദ്ധങ്ങളുടെ കേന്ദ്രബിന്ദുവാക്കി മാറ്റുന്നത്. ഇറാൻ തീരത്ത് നിന്ന് ഏകദേശം 16 മൈൽ അകലെ പേർഷ്യൻ ഗൾഫിൻ്റെ വടക്കേ അറ്റത്താണ് ഈ ചെറിയ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇറാൻ്റെ പ്രധാന ഭൂപ്രദേശത്തിൻ്റെ തീരക്കടലാഴം കുറഞ്ഞതായതിനാൽ വലിയ എണ്ണക്കപ്പലുകൾക്ക് അവിടെ അടുക്കാൻ സാധിക്കില്ല. എന്നാൽ ഖാർക്ക് ദ്വീപിന് ചുറ്റുമുള്ള കടൽ അതിരൂക്ഷമായ ആഴമുള്ളതായതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് പോലും ഇവിടെ സുരക്ഷിതമായി അടുത്തു നിർത്തി എണ്ണ ശേഖരിക്കാൻ സാധിക്കും. യുദ്ധത്തിന് മുൻപ് ഇറാൻ്റെ ആകെ എണ്ണ കയറ്റുമതിയുടെ 90% കൈകാര്യം ചെയ്തിരുന്നത് ഈ ഒരൊറ്റ ദ്വീപിലൂടെയാണ്. ഒപെക് രാജ്യങ്ങളിൽ 3ാം സ്ഥാനത്തുള്ള ഇറാൻ്റെ സാമ്പത്തിക പരമാധികാരത്തിൻ്റെ ആണിക്കല്ലാണ് ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ ഇറാനെ പൂർണ്ണമായി മുട്ടുകുത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ശത്രു രാജ്യവും ആദ്യം ലക്ഷ്യമിടുക ഈ ദ്വീപിനെയായിരിക്കുമെന്നതിൽ സംശയമില്ല. ഭാവിയിൽ ഇവിടെയൊരു യഥാർത്ഥ യുദ്ധം ഉണ്ടാകാനുള്ള ഒന്നാമത്തെ കാരണം ആഗോള ഊർജ്ജ പ്രതിസന്ധിയാണ്. ലോകത്തിലെ എണ്ണ വിതരണം തങ്ങളുടെ വിരൽത്തുമ്പിൽ നിർത്താൻ വൻശക്തികൾ പലപ്പോഴും ശ്രമിക്കാറുമുണ്ട്.
ഇറാനെ പോലെയുള്ള ഒരു രാജ്യം പാശ്ചാത്യ വിരുദ്ധ ചേരിയിൽ ശക്തമായി നിലയുറപ്പിക്കുകയും ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി സാമ്പത്തിക സൈനിക സഖ്യങ്ങൾ വിപുലീകരിക്കുകയും ചെയ്യുമ്പോൾ അതിനെ തടയാൻ അമേരിക്കയും സഖ്യകക്ഷികളും ഭാവിയിൽ കൂടുതൽ ആക്രമണോത്സുകമായ നയങ്ങൾ സ്വീകരിച്ചേക്കാം. സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ട് മാത്രം ഇറാനെ തളർത്താൻ കഴിയില്ലെന്ന് ബോധ്യമാകുന്ന ഘട്ടത്തിൽ ഖാർക്ക് ദ്വീപ് നേരിട്ട് പിടിച്ചെടുത്ത് ഇറാന്റെ സാമ്പത്തിക സ്രോതസ് എന്നേക്കുമായി അടയ്ക്കുക എന്ന തന്ത്രം പാശ്ചാത്യ രാജ്യങ്ങൾ കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിൽ നടപ്പിലാക്കാൻ തുനിഞ്ഞേക്കാം. എന്നാൽ അത്തരമൊരു യുദ്ധം അത്ര എളുപ്പമായിരിക്കില്ല എന്നും അതൊരു വലിയ മരണക്കെണിയായി മാറുമെന്നും മുൻകാല അനുഭവങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഖാർക്ക് ദ്വീപ് പിടിച്ചെടുക്കാൻ അമേരിക്കൻ സൈന്യത്തിന് വളരെ കുറഞ്ഞ സമയം മതിയാകും എങ്കിലും അവിടെ തങ്ങളുടെ ആധിപത്യം നിലനിർത്തുക എന്നത് തികച്ചും ദുഷ്കരമായിരിക്കും. ആധുനിക യുദ്ധമുറകളിൽ വിപ്ലവം സൃഷ്ടിച്ച ക്യാമറകൾ ഘടിപ്പിച്ച ഫസ്റ്റ് പേഴ്സൺ ആത്മഹത്യാ ഡ്രോണുകളും അത്യാധുനിക മിസൈലുകളും ഉപയോഗിച്ച് ഇറാൻ ഈ ദ്വീപിനെ ലക്ഷ്യമിടും. യുക്രൈൻ യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് എണ്ണം ഉപയോഗിച്ച് റഷ്യൻ സൈന്യത്തെ ഞെട്ടിച്ച ഇത്തരം ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ദ്വീപിലെ തുറന്ന അന്തരീക്ഷത്തിൽ വിന്യസിക്കപ്പെടുന്ന സൈനികർക്ക് കടുത്ത ബുദ്ധിമുട്ടായിരിക്കും. ദ്വീപിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കുറഞ്ഞ സൈനികർ മതിയാകുമെങ്കിലും ഇത്രയും സൈനികർക്ക് ആവശ്യമായ ആയുധങ്ങളും ഭക്ഷണവും മറ്റ് സപ്പോർട്ടുകളും എത്തിക്കുന്ന ലോജിസ്റ്റിക് സംവിധാനത്തെ സംരക്ഷിക്കാൻ അതിനേക്കാൾ വലിയൊരു സൈന്യത്തെ വിന്യസിക്കേണ്ടി വരും. കടലിനാൽ ചുറ്റപ്പെട്ട ഈ ചെറിയ പ്രദേശത്ത് നിലയുറപ്പിക്കുന്ന സൈനികർ ഇറാന്റെ ആക്രമണങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇരയാകാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇറാൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചാൽ അത് വലിയ തോതിലുള്ള ആഗോള നാണക്കേടുമുണ്ടാക്കും. ഈ വെല്ലുവിളികൾ നിലനിൽക്കുമ്പോഴും ആഗോള മേധാവിത്വം നിലനിർത്താനുള്ള കടുത്ത രാഷ്ട്രീയ തീരുമാനങ്ങൾ ഭാവിയിൽ ഈ ദ്വീപിനെ ഒരു വലിയ യുദ്ധഭൂമിയാക്കി മാറ്റും. മറ്റൊരു പ്രധാന ഘടകം പ്രാദേശിക സഖ്യങ്ങളുടെ രൂപീകരണമാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ശത്രുത നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ഒരു പൂർണ്ണ തോതിലുള്ള പ്രാദേശിക യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിൻ്റെ താൽപ്പര്യപ്രകാരം ഇറാൻ്റെ ആണവ നിലയങ്ങൾക്കൊപ്പം ഖാർക്ക് ദ്വീപിലെ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങളും ആക്രമിക്കപ്പെടാം. അമേരിക്ക നേരിട്ട് സൈന്യത്തെ ഇറക്കിയില്ലെങ്കിൽ പോലും സഖ്യകക്ഷികൾ തമ്മിലുള്ള വ്യോമാക്രമണങ്ങളും കപ്പലുകൾ പിടിച്ചെടുക്കലുകളും ഈ ദ്വീപിന് ചുറ്റുമുള്ള കടലിനെ എപ്പോഴും അശാന്തമാക്കും. തങ്ങളുടെ തന്ത്രപ്രധാനമായി ഈ മേഖല സംരക്ഷിക്കാൻ ഇറാൻ കൂടുതൽ അത്യാധുനിക വ്യോമപ്രതിരോധ സംവിധാനങ്ങളും നാവിക കപ്പലുകളും ഖാർക്കിൽ വിന്യസിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളെ കൂടുതൽ പ്രകോപിപ്പിക്കും. ചുരുക്കത്തിൽ ഖാർക്ക് ദ്വീപ് എന്നത് കേവലം ഒരു മണൽത്തിട്ടയല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്ന വലിയൊരു സാമ്പത്തിക ആയുധമാണ്. താൽക്കാലികമായി നയതന്ത്ര ചർച്ചകളിലൂടെയും ഉപരോധങ്ങളിലൂടെയും യുദ്ധങ്ങൾ ഒഴിവാക്കപ്പെടുന്നുണ്ട് എങ്കിലും ഭാവിയിൽ ലോകം നേരിടാൻ പോകുന്ന ഊർജ്ജ പ്രതിസന്ധികളും വൻ ശക്തികൾ തമ്മിലുള്ള കിടമത്സരങ്ങളും ഖാർക്ക് ദ്വീപ് പിടിച്ചെടുക്കാനുള്ള യഥാർത്ഥ സൈനിക നീക്കങ്ങളിലേക്ക് നയിച്ചേക്കാം. അത്തരമൊരു യുദ്ധം പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ലെന്നും അത് ഹോർമുസ് കടലിടുക്കിൻ്റെ അടച്ചുപൂട്ടലിനും ആഗോള സാമ്പത്തിക തകർച്ചയ്ക്കും കാരണമാകുന്ന ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കമായി മാറിയേക്കുമെന്നും അന്താരാഷ്ട്ര സുരക്ഷാ വിദഗ്ധർ ഭയപ്പെടുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.